വചനസാരം വചനസാരം. മിശിഹായിൽ സ്നേഹവാത്സല്യം നിറഞ്ഞവരെ, വചനസാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനത്തിനായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഇന്നത്തെ സുവിശേഷ വായനയിൽ യേശുവിൻ്റെ അധ്വാനം വളരെ വ്യക്തമാണ്. യേശു ഒരു പിശാചബാധിതനായ ഊമനെ സംസാരിക്കുവാൻ പ്രാപ്തനാക്കുന്നു. ഗലീലിയയിലെ എല്ലാ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സിനഗോഗുകളിലും പഠിപ്പിച്ചും സ്വർഗരാജ്യത്തിൻ്റെ സദ്വാർത്ത പ്രഘോഷിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും നടക്കുന്ന യേശുവിൻ്റെ അധ്വാനത്തെ വളരെ തീക്ഷ്ണതയോടുകൂടിയാണ് സുവിശേഷകൻ നോക്കിക്കാണുന്നത്. ജനങ്ങൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നതിനാൽ യേശുവിന് അവരോട് അനുകമ്പ തോന്നിയെന്ന് സുവിശേഷം പറയുന്നു. യേശുവിൻ്റെ അധ്വാനത്തിലൂടെ ദൈവം ശക്തമായി ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും യേശുവിനോടൊപ്പം പ്രവർത്തിക്കുവാൻ സഹകാരികളെയും ആവശ്യമാണെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ ഇപ്രകാരം അവരോട് പറയുക, വിളവിൻ്റെ നാഥനോട് വേലക്കാർക്കായി പ്രാർത്ഥിക്കൂ. ഒരുപക്ഷെ പൗരോഹിത്യത്തിലേക്കോ സന്യാസത്തിലേക്കോ മാത്രമല്ല ഈശോ നമ്മെ വിളിക്കുന്നത്, ഒരു നല്ല കുടുംബ ജീവിതത്തിലേക്കൂടെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട്, അവരോടൊക്കെ അനുകമ്പ തോന്നി അവരോടൊക്കെ കൂടി പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. യേശുവിന് എല്ലാ തരത്തിലുള്ള ശിഷ്യന്മാരെയും ആവശ്യമുണ്ട്. അത് അവൻ്റെ സ്വർഗീയ ഭവനത്തിൽ തന്നോടുകൂടെ എല്ലാവരും ഉണ്ടാകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതിനാൽ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ദൈവരാജ്യത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടി കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായി നാം അനുദിനം പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രതിസന്ധികളും പ്രലോഭനങ്ങളുമൊക്കെ അത് നമുക്ക് മുൻപിൽ വെച്ച് നീട്ടുന്ന ഒരുപാട് വേദനകളുണ്ട്. ഈ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന അവഹേളനങ്ങളുണ്ട്. ഇവയെല്ലാം മറികടന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടിയിട്ട്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ട കരുത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വചനസാരം വചനസാരം.